ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും മെജോ ബോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ രാജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ RRB NTPC എക്സാമിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ എക്സാം ഡേറ്റ് സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം RRB ചെറിയൊരു മാറ്റം, എക്സാം ഡേറ്റിൻ്റെ കാര്യത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. വളരെ ചെറിയൊരു മാറ്റമാണ്. പിന്നെ അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ NTPC ഗ്രാജുവേറ്റ് എക്സാമുകൾക്ക് അല്ലെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് അപ്ലൈ ചെയ്ത ആളുകൾക്കൊക്കെ മെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ പേരെ സംശയം, ഈ മെയിൽ വരുന്നത് ആദ്യം എക്സാം വെച്ചിട്ടാണോ അതോ ഇനി ഇത് കഴിഞ്ഞിട്ടാണ് എക്സാം വരുന്നത്? സോ എക്സാമിൻ്റെ ഓർഡർ അനുസരിച്ചിട്ടാണ് മെയിൽ വരുന്നത്. ഇങ്ങനെ കുറച്ച് സംശയങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള നോട്ടീസുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. സോ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആദ്യം ഈ എക്സാം ഡേറ്റിനെ സംബന്ധിച്ചുള്ള കാര്യം പറയാം. നമ്മുടെ NTPC ഗ്രാജുവേറ്റ്, അതായത് ഡിഗ്രി ഉള്ള ആളുകൾക്കുള്ള എക്സാമിൻ്റെ ഡേറ്റ് 13-ാം തീയതി, അതായത് മെയ് 13-ാം തീയതി RRB ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ നോട്ടീസ് അനുസരിച്ചിട്ട് ഈ NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം നടക്കാൻ പോകുന്നത് ജൂൺ 5 മുതൽ 23 വരെ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ 5 മുതൽ 23 വരെയുള്ള ആ ഒരു 15 ദിവസം എന്നാണ് RRB പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എപ്പോൾ ഇറക്കിയ നോട്ടീസിൽ? മെയ് 13-ാം തീയതി ഇറക്കിയ നോട്ടീസിൽ. ആ നോട്ടീസ് നിങ്ങൾക്ക് കൂടെ കാണാം. ഓക്കെ, പക്ഷേ ആ സെയിം നോട്ടീസ് ഇപ്പോൾ RRB ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഒന്നുമില്ല, പഴയ ഡേറ്റൊക്കെ അതിന് ചെറിയ വ്യത്യാസം മാത്രം. അതായത് ജൂൺ 5 തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ അവസാനിക്കുന്നത് 24-ാം തീയതി ആയിരിക്കും. ഇപ്പോൾ 23 എന്നുള്ളത് 24-ാം തീയതി ആക്കിയിട്ടുണ്ട്. മേ ബി ഡേറ്റിൻ്റെ വല്ല ക്ലാഷോ വേറെ എന്തെങ്കിലും വന്നതുകൊണ്ടായിരിക്കാം. അതായത് 15 ദിവസം കൊണ്ട് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന എക്സാം, അതായത് ജൂൺ 5 മുതൽ 23 വരെ എന്നുള്ളത് ജൂൺ 5 മുതൽ 24 വരെ, അതായത് 16 ദിവസങ്ങളിലായിട്ടായിരിക്കും ഈ NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം നടക്കുക. ഈ ഒരു അപ്ഡേറ്റ് ആണ് RRBയുടെ സൈഡിൽ നിന്ന് ഇന്നലെ, അതായത് കഴിഞ്ഞ ദിവസം 23-ാം തീയതി, മെയ് 23-ാം തീയതി വന്നിട്ടുള്ളത്. ആ നോട്ടീസ് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ സംബന്ധിച്ചത് വലിയൊരു മേജർ ചേഞ്ച് ആയിട്ട് നമുക്ക് തോന്നില്ല, കാരണം ഒരു ദിവസം അങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയിരുന്നേ ഉള്ളൂ. പക്ഷേ അതിനോടൊപ്പം തന്നെ RRB കഴിഞ്ഞ ദിവസം മുതൽ എല്ലാവർക്കും മെയിൽ അയച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആപ്ലിക്കേഷൻ സെലക്ട് ആയോ റിജക്റ്റ് ആയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് RRBയുടെ ഒഫീഷ്യൽ സൈറ്റിൽ RRB അപ്ലൈ എന്നുള്ള ആ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരുന്നു. സെയിം സാധനം വീണ്ടും ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏത് മെയിൽ ID ആണ് നിങ്ങൾ കൊടുത്തിരുന്നത്, ആ മെയിൽ IDയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ മെയിലായിട്ട് വന്നിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറേ പേർക്ക് മെയിൽ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഈ മെയിൽ വരുന്നത്, പിന്നെ അടുത്ത സംശയം, ഈ ആദ്യം മെയിൽ വന്നു കഴിഞ്ഞാൽ ജൂൺ 5 തന്നെ എക്സാം ഉണ്ടാവുമോ എന്നുള്ളതാണ്. അതല്ല, അങ്ങനെ ഒരു RRB എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പം മെയിൽ അയക്കുന്ന നിങ്ങൾക്ക് സെലക്ട് ആയോ റിജക്റ്റ് ആയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അതിനർത്ഥം ജൂൺ 5-ാം തീയതി എക്സാം ഉണ്ടാവുമെന്നൊന്നുമല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ജൂൺ 5-ാം തീയതി ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ജൂൺ 24-ാം തീയതി ആയിരിക്കാം. ഇറ്റ് ഡിപ്പെൻസ്. അത് നിങ്ങൾക്ക് അടുത്ത കുറച്ച് ദിവസങ്ങളിലായിട്ട് അറിയാൻ കഴിയും. ഒരിക്കലും മെയിൽ വന്ന ആളുകൾ നോക്കുക, മെയിൽ ഉണ്ടെങ്കിൽ സെലക്ട് ആയി എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി എക്സാം എപ്പോൾ നടക്കും, എക്സാമിൻ്റെ സിറ്റി ഇൻറ്റിമേഷൻ ലിങ്ക് അത് ഇനി അടുത്തത് വരും. എപ്പോഴാണ് നിങ്ങളുടെ എക്സാം നടക്കുന്നത്, ഏത് സിറ്റിയിലാണ് എന്നുള്ള ലിങ്ക് അടുത്തതായിട്ട് വരും. എക്സാം സിറ്റിയും അതേപോലെ ഡേറ്റും സിറ്റിയുമുള്ള ആ അറിയാനുള്ള ലിങ്ക് നിങ്ങൾക്ക് 10 ദിവസം മുമ്പ് നിങ്ങൾക്ക് ലിങ്ക് ഓപ്പൺ ആവും. ആ ലിങ്ക് ഓപ്പൺ ആക്കി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എക്സാം എങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്പൺ ആയിട്ടുണ്ടാവും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 24-ാം തീയതി ആണെങ്കിൽ എക്സാം ഉണ്ടെങ്കിൽ 14-ാം തീയതി നിങ്ങൾക്ക് അത് അറിയാൻ കഴിയുള്ളൂ. ലിങ്ക് അവിടെ ഉണ്ടാവും, പക്ഷെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുമ്പോൾ അത് കിട്ടില്ല. ഓക്കെ, സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് എക്സാം ഇപ്പോൾ വന്ന മെയിൽ അനുസരിച്ചിട്ടൊന്നുമല്ല നിങ്ങൾക്ക് എക്സാം നടക്കുക. സോ എല്ലാവർക്കും മെയിൽ വന്നിട്ടുണ്ടാവും. സെലക്ട് ആയ ആളുകൾക്കൊക്കെ അത് അടുത്ത ലിങ്ക്, എക്സാമിൻ്റെ ഡേറ്റും സിറ്റിയൊക്കെ അറിയാനുള്ള ലിങ്ക് 10 ദിവസം മുമ്പ് വരും. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ് ഹാൾ ടിക്കറ്റ് അതിൽ മാറ്റമൊന്നുമില്ല. 4 ദിവസം മുമ്പ്, എക്സാമിന് 4 ദിവസം മുമ്പ് ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ എക്സാം സിറ്റിയും ലിങ്കൊക്കെ, സിറ്റി അറിയാനുള്ള ലിങ്കുകൾ ആദ്യം തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ കുറച്ച് ദൂരെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, കുറച്ച് നേരത്തെ തന്നെ ഇത് തരുന്നത്. മേ ബി ട്രെയിൻ പോകണോ അല്ലെങ്കിൽ ബസ്സിനോ പോകേണ്ട ദൂരം ഉണ്ടാവുമായിരിക്കും. സോ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിൻ്റെ ഇത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മുൻപായിട്ട് ഈ ഒരു സാധനം നിങ്ങളെ അറിയിക്കുന്നത്. സോ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ശ്രദ്ധിക്കുക, അതായത് 15 ദിവസം അല്ല 16 ദിവസമായിട്ടാണ് NTPC എക്സാം നടക്കുക. ഇപ്പം മെയിൽ വന്ന ആളുകൾക്ക് അതിനർത്ഥം ഇപ്പം തന്നെ എക്സാം, ആദ്യം തന്നെ എക്സാം എന്നൊന്നുമല്ല. നിങ്ങളുടെ എക്സാം അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തൊന്ന് മാത്രമാണ് ആ മെയിലുള്ളത്. അല്ലാണ്ട് എക്സാം സിറ്റിയും ഡേറ്റും ഒക്കെ നിങ്ങൾക്ക് ഇനി എക്സാമിന് 10 ദിവസം മുമ്പ് നിങ്ങൾക്ക് ലിങ്ക് വഴി അറിയാൻ പറ്റും. അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് ടെലഗ്രാം ചാനലിലും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം. അതേപോലെ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് 4 ദിവസം മുമ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സോ അത്രയേ ഉള്ളൂ. പഠിത്തമൊക്കെ നല്ല രീതിയിൽ പോകുന്നെന്ന് വിചാരിക്കുന്നു. സോ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.